അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊട്ടാരക്കര വെട്ടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു വില്ലയുടെ ഇൻറ്റീരിയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ വില്ലയുടെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഇൻഡിവിജ്വൽ വില്ലയാണ്. ഇതിൻ്റെ സ്പേസ് കൺസ്ട്രെയിൻസ് പറയുകയാണെങ്കിൽ താഴെ ഒരു ലിവിങ് റൂം, ഡൈനിങ് റൂം, ഒരു ഓപ്പൺ കിച്ചൺ, 2 ബെഡ്റൂംസ്, ദെൻ മുകളിൽ 2 ബെഡ്റൂം, ഒരു കോമൺ സ്പേസ്. ഇത്രയാണ് ഈ വീടിൻ്റെ ഒരു സ്ട്രക്ചർ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആംഡ് ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 4 to 5 months ബിഫോറാണ് ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളെ കൺസൾട്ട് ചെയ്തത്. ഇതിൻ്റെ ഹൗസ് വാമിങ് ഒരു 1 week or 1.5 week മുന്നേ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പലർക്കും തോന്നാം എന്തുകൊണ്ട് ഒരു വില്ല വർക്ക് ചെയ്യുന്ന ഒരാൾ 5 months മുന്നേ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫേമിനെ എന്തിന് കൺസൾട്ട് ചെയ്യണമെന്നുള്ളത്. ചിലവർക്ക് വീട് വെച്ചവർക്കും അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഓൾറെഡി ചെയ്യിപ്പിച്ചവർക്കൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്തിനായിരിക്കും അതെന്ന്. അത് ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാനിത് പറഞ്ഞത്. അത് ഈ വീഡിയോയുടെ ഒരു എൻഡ് ആകുമ്പം ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലാവുമെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ലിവിങ് റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലിവിങ് റൂം നമ്മൾ മൊത്തത്തിൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേസിക് ആയിട്ടൊരു കളർ തീമിലാണ് പോയേക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ്, അത് കളർ കോമ്പിനേഷൻസിൽ ടീക്വുഡ് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ലിവിങ് റൂമിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റയർ ലിവിങ് റൂം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടി വി യൂണിറ്റ് വിത്ത് ട്രോഫി യൂണിറ്റ്, പിന്നെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ ഒരു എൻറ്റയർ വാൾ വിത്ത് ടെക്സ്ചർ ആൻഡ് ഒരു ക്ലോക്ക്. ഇതാണ് നമ്മൾ എൻറ്റയർ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞാൻ ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ക്ലയൻറ്റ് നമുക്ക് തന്ന ഒരു ഇൻപുട്ട് ഞാൻ പറയാം. നമുക്കിപ്പോൾ ഈ ഒരു വോളായിരുന്നു ഉണ്ടായിരുന്നു, ഈ എൽ ടൈപ്പ് വോള്. ഈ എൽ ടൈപ്പ് വോളിൽ ഒരു 50 inch ടി വി വെക്കണം. പിന്നെ രണ്ടാമത്തെ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പോർട്സ് വൈസ് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്, കാണുമ്പോൾ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ട്രോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെക്കാനുള്ള ഒരു കസ്റ്റം മെയ്ഡ് ട്രോഫി യൂണിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു സെക്കൻഡ് ഇൻപുട്ട്. പിന്നെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വുഡ് മാത്രം ആവണ്ട, വുഡ് വിത്ത് എ കളർ, ഒരു ലൈറ്റ് കളർ കോമ്പിനേഷൻസ് വേണം. അത് നമ്മുടെ എൻറ്റയർ ഇതിൽ വൈറ്റ് നിൽക്കുന്നതുകൊണ്ട് നമ്മളൊരു വൈറ്റ് കളർ, അതായത് ഒരു മാർബിൾ ഫിനിഷുള്ള ഒരു ലാമിനേറ്റും ഒരു വുഡ് ഫിനിഷുള്ള ലാമിനേറ്റുമാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അത് കാണാം, ഈ യൂണിറ്റിൽ പല സൈസസിലുള്ള ട്രോഫീസ് ഉണ്ട്, ചെറുത് വലുത് അങ്ങനെ പല സൈസസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ് ഒരു 2D ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തേക്കുന്നത്. അത് വെച്ച് ഡിസൈൻ ചെയ്ത ഒരു ട്രോഫി യൂണിറ്റാണിത്. ഇപ്പോൾ കാഴ്ചയിലും ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻപുട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 2 യൂണിറ്റായിട്ട് നിൽക്കാതിരിക്കുക, ഒരു കണ്ടിന്യൂസ് യൂണിറ്റായിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ടി വി യൂണിറ്റ് വിത്ത് ട്രോഫി യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സിംഗിൾ യൂണിറ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് എന്തുകൊണ്ട് ഒരു ഇൻറ്റീരിയർ ഫേമിനെ നേരത്തെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ ഈ ടി വി യൂണിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്തൊരു വയസ്സൊന്നും പുറത്ത് കാണുന്നില്ല. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു കുറച്ച് ടെക്നിക്കലിലോട്ട് പോവുകയാണെങ്കിൽ ഈ ടി വി യൂണിറ്റിൻ്റെ പുറകിൽ ഇതിൻ്റെ ടി വിയുടെ വയസ്സ് വരും. ഇതിൻ്റെ ഇവിടെ ഈ ഓപ്പൺ യൂണിറ്റിലായിരിക്കും സെറ്റ് ഓഫ് ബോക്സ് അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ഈ ടി വി യൂണിറ്റിൻ്റെ പുറകിൽ നിന്ന് ഒരു 2 inch പൈപ്പ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഈ ഓപ്പൺ ബോക്സ് വരെ നമ്മൾ അഴിച്ച് എടുക്കണം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബിഫോർ പ്ലാസ്റ്ററിങ് സ്റ്റേജിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് ഈ ക്ലയൻറ്റ് അദ്ദേഹത്തിന് ഭാവിയിൽ പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് പിന്നെ ഒരു പൊട്ടിയോ ബാക്കി കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ്സ് കാണാം മുകളിൽ, ഈ യൂണിറ്റ്സിൻ്റെ ഉള്ളിൽ ലൈറ്റ്സ് കാണാം, ഇവിടെയും ലൈറ്റ്സ് കാണാം. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു ലൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2.1 ഹൈറ്റിൽ 7 feet ഹൈറ്റിൽ ഇവിടെ ഒരു പോയിൻ്റ് ഇലക്ട്രീഷ്യനെ കൊണ്ട് ആ ടൈമിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം. അതൊരു നിസ്സാര കാര്യമാണ്. പക്ഷേ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത് ഒരു ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറിനും ഒബ്വിയസ്ലി ഓണറിനും. അപ്പോൾ അതാണ് ഈ ഒരു സൈഡിൽ പറയാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയ യൂണിറ്റാണ് മാർബിൾ ഫിനിഷ് ആൻഡ് വുഡ് ഫിനിഷ് വെച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കം ക്രോക്കറി യൂണിറ്റാണ്. ഇത് ക്രോക്കറി അല്ല, ട്രോഫി യൂണിറ്റാണ്.
പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ആ ബ്ലൂ ആൻഡ് വുഡ് തീമിൽ തന്നെ ചെയ്തെടുത്ത ടൈപ്പ് ഒരു ടീ ടേബിൾ, ആ ബ്ലൂ ആയിട്ട് ഒരു ലൈക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സോഫ, പിന്നെ ടെക്സ്റ്റർ വർക്ക്, ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ ചെയ്തേക്കുന്ന ടെക്സ്റ്റർ വർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്യൂരിയസ് യൂണിറ്റ് ചെറിയ പോട്ട്സൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ 2 ഹാങ്ങിങ് ലൈറ്റ്സ്, ദെൻ ബ്ലൈൻഡ്സ്. അപ്പം ഇത്രയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ ടെക്സ്റ്റർ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഇത് നമ്മുടെ സോഫയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വോളാണ്. അപ്പോൾ ഈ ഒരു വാളിൽ നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്ന ഒരു ടെക്സ്റ്റർ 2 സൈഡിലും അതിൻ്റെ 2 സെൻറ്റർ ചെയ്തിട്ട് 2 റീപ്പേഴ്സ് വെച്ച് സെൻറ്റർ ചെയ്തിട്ട് നടുക്ക് ഒരു വാളുമായിട്ട് മെർജ് ചെയ്തിരിക്കുന്ന ഒരു ക്ലോക്കാണ് ചെയ്തത്. ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ നോർമൽ പോലെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസോ കുറച്ച് ക്യൂരിയോസ് ഐറ്റംസോ ഒക്കെ ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ പറഞ്ഞു, അത് ക്ലയൻറ്റിന് വളരെ ഇഷ്ടമായി. അങ്ങനെ ചെയ്തെടുത്തൊരു വാളാണിത്. അപ്പം ഇത് നമ്മുടെ സോഫയുടെ ഓപ്പോസിറ്റ് വരുന്ന വാളാണ്. പിന്നെ ഈ റൂമിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സീലിംഗ് ആണ്. അപ്പോൾ സീലിംഗ് നമ്മളിപ്പോൾ എങ്ങനെ ഡിസൈഡ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മെയിൻ എൻട്രൻസാണ്. എൻട്രൻസിൽ നിന്ന് നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ലിവിങ്, സ്ട്രെയിറ്റ് ചെന്നിട്ട് റൈറ്റിൽ ഡൈനിങ് വരുന്നത്. അപ്പോൾ ഈ എൻറ്റയർ വാക്ക് വേ, അവിടം വരെയുള്ള വാക്ക് വേയിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് പോലെ കൊടുത്തേക്കുന്നത്. അവിടുന്ന് പാർട്ടീഷൻ ചെയ്തിട്ട് നേരെ ഇത് ലിവിങ് റൂമിനെ ഒരു റെക്ടാങ്കിളായിട്ട് എടുത്തിട്ട് ദെൻ ഫാൻ സെൻറ്റർ ചെയ്തിട്ട് ചുറ്റും പാനൽ ലൈറ്റ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പ്ലസ് പാനൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഈ വാക്ക് വേയിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പ് ലൈറ്റിൻ്റെ അകത്ത് ഒരു ഡ്രൈവ് വരും. അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇത് ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇത് ചെയ്യുന്ന ആളെ ഒരു ചെറിയൊരു വോൾട്ടേജ് ഇടിമിന്നലോ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വന്ന് ഇതിൻ്റെ ഒരു സ്ട്രിപ്പ് LED ലൈറ്റോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പാനൽ ലൈറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്രൈവ്സ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ഓണറിന് തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പാനൽ ലൈറ്റ് മാത്രം ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഡ്രൈവ്സും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ നാളെ ഈ വർക്ക് കഴിഞ്ഞ് പോയാലും അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇത് റിപ്പയർ അങ്ങനെയുള്ള വർക്ക്സോ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ എൻട്രൻസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ സ്ട്രിപ്പ് പോയേക്കുന്നതിൻ്റെ സൈഡിൽ ഒട്ടിച്ചേക്കുന്ന നിങ്ങൾ കണ്ടാൽ അറിയാം, നമ്മുടെ ഈ ടീ കുഡുമായിട്ട് ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു വുഡൻ വാൾപേപ്പറാണ് നമ്മളിവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചേക്കുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുൾ വാളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് ക്യൂരിയോസ് ഐറ്റം GI വിത്ത് വുഡൻ കുറച്ച് ലെഡ്ജസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത്. പിന്നെ അതിൽ നിന്ന് മാറി ക്ലയൻറ്റിൻ്റെ ഒരു നീഡെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സംതിങ് ഇവിടെ വരണം. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റാച്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ അവസാനം ഫൈനലായത് എൻറ്റയർ വാള് നമ്മളൊരു ബുദ്ധൻ്റെ വാൾപേപ്പറാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ അതും ഓൾമോസ്റ്റ് നമ്മുടെ ഈ വുഡൻ ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറാണ്. ഓൾമോസ്റ്റ് ക്ലോസ്ലി മാച്ചിങ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ വോള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫോൾ സീലിംഗ് വന്നു, വുഡൻ ഫിനിഷ് കഴിഞ്ഞു, ബുദ്ധയുടെ ഒരു വാൾപേപ്പർ വരെ എത്തി. അതിന് ശേഷം നമ്മൾ ആ ലിവിങ്ങിനെ സെപ്പറേറ്റ് ചെയ്തുപോലെ ഈ വുഡൻ പാനൽ ആ ഒരു സ്ട്രിപ്പ് ഡൈനിങ്ങും ലിവിങ്ങും മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് റെക്ടാങ്കിൾ ഫോർ ഡൈനിങ് സ്പേസാണ്. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു റീപ്പേഴ്സ് പോലെ ഒരു മേളിൽ പ്ലാങ്ക്സ് പോലെ നമ്മൾ ഒരു സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വാൾപേപ്പർ ഒട്ടിച്ചേക്കുന്നതാണ് മേളിൽ കാണിച്ചേക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ചെയ്ത് ഫാനും കൊടുത്തിട്ടുണ്ട്, പാനൽ ലൈറ്റ്സ്. ഇത് കൊടുത്തേക്കുന്നത് നമ്മൾ ബീമിൽ തന്നെ ചെറിയ ലൈറ്റ്സ് കൊടുത്തേക്കുന്നത്, അത് സിവിൽ വർക്കിൻ്റെ സൈഡാണ്. പിന്നെ അതിലേക്ക് അത്രയാണ് നമ്മൾ ഫോൾ സീലിങ്ങിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഡൈനിങ് റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ടീ കൂഡിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ചെയർസും ടേബിളുമാണ്. ഗ്ലാസ് ടോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ടീ ടേബിൾ ഫ്രെയിം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രെയിമാണ്. അതായത് ഈ ഒരു ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ടോപ്പ് ഡിസൈനും കൊടുത്തേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡൈനിങ് ടേബിൾ ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് യൂണിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ടൈലാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ അവിടുന്ന് പറഞ്ഞ പോലെ വൈറ്റും ബ്ലൂവും വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഇത് വന്നത്. പക്ഷേ അവിടെയും നമ്മുടെ ക്ലയൻറ്റിന് അവിടെ ഒരു ബ്ലൂ വന്നപ്പോൾ ഒരു ചെറിയ ഡിസ്കഷനിൽ വ്യത്യാസം വന്നിട്ട് നമ്മളിതൊരു വുഡൻ ഫിനിഷിലേക്ക് മാറ്റി. നമുക്ക് ഒന്നീ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ വുഡ് അതായിരിക്കും പറ്റുക. അപ്പോൾ ഇതൊരു വുഡൻ ഫിനിഷ് ടൈൽ, അതിൻ്റെ ഫ്രണ്ടിലൊരു സിമ്പിൾ മിറർ. ഈ വാഷ് യൂണിൻ്റെ ബോട്ടം കബേർഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വാഷ് ബേസിനാണ്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ ബോട്ടത്തിലാണ് നമ്മൾ യൂണിറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മറ്റീരിയൽ മൾട്ടി വുഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അതായത് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. PVC ആണത്.
PVC ഫോം ബോർഡാണ്. അപ്പോൾ 18mm മൾട്ടിവുഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. സോ വെള്ളം വീണാലും ബുദ്ധിമുട്ട് വരാത്ത മെറ്റീരിയലാണ്. അങ്ങോട്ട് യൂസ് ചെയ്തേക്കുന്ന എല്ലാം നമ്മൾ 303 മറൈൻ പ്ലൈവുഡാണ് യൂസ് ചെയ്തേക്കുന്നത്. TV യൂണിറ്റ്, ക്രോക്കറി യൂണിറ്റ് അതെല്ലാം 303 മറൈൻ പ്ലൈവുഡാണ്. പക്ഷേ ഇവിടെ വെള്ളം വരുന്ന വിഷയം ഉണ്ടായതുകൊണ്ട് മൾട്ടിവുഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഈ ടോപ്പ് ക്യാബിനറ്റ് നമുക്കിതിൻ്റെ താഴേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. കാരണം നാളെ ഇതിൻ്റെ അകത്ത് നമുക്കിതിൻ്റെ പ്ലംബിംഗ് ലൈൻ പോയേക്കുന്നത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു റിപ്പയർ വർക്കോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് ഒരു തടസ്സമാവാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൂടാണ്ട് ഒരു ഡോറ്, 2 ഓപ്പൺ യൂണിറ്റ്, ഇത്തരം സാധനങ്ങൾ നമ്മൾ വാഷ് യൂണിറ്റിൻ്റെ ബോട്ടത്തിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ വാഷ് യൂണിറ്റിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വരുന്നതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ ബോട്ടം. അപ്പോൾ ഈ ഒരു എൻറ്റയർ സ്റ്റെയർ ബോട്ടം നമ്മൾ ഡിസൈൻ ചെയ്തതിൽ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു ഇൻപുട്ട് ഞാൻ പറയാം. അദ്ദേഹത്തിന് വേണ്ടതിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിന് ഈ ഒരു സ്പേസിൽ, അതായത് സ്റ്റെപ്പിനോട് ചേർന്ന സ്പേസിലായിട്ട് ഇൻവെർട്ടറും അത് കഴിഞ്ഞ സ്പേസിൽ നമുക്കൊരു റാക്സ് വെച്ചിട്ട് നമ്മുടെ വാക്യൂം ക്ലീനേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്പേസിൽ വേണം. പിന്നെ ഈ ഒരു ഉള്ളിലേക്ക് വരുന്ന സ്പേസിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇപ്പോൾ ഒരു DB ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ DB ബോക്സിനെ ഡിസ്റ്റർബ് ചെയ്യാനും പാടില്ല. കാരണം ഇവിടെ നമ്മളൊരു ഷട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ആക്സസ് നഷ്ടപ്പെട്ടു. അപ്പോൾ DB ബോക്സ് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ്, ഈ പത്രം കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റോറേജ്, അതായിരുന്നു ഇൻപുട്ട്. ഇത് നമ്മൾ 303 മറൈൻ ഗ്രേഡ് പ്ലൈവുഡിലാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് തുറന്നു കാണിക്കാം. ഇത് നിങ്ങൾ കാണാം, ഇതൊരു വളരെ ഓപ്പൺ ആയിട്ടൊരു സ്പേസാണ്. ഇതാണെങ്കിലും ഓപ്പൺ ആയിട്ടൊരു സ്പേസാണ്. അവിടെ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ അകത്തൊരു പ്ലഗ് വരുന്നത്, അത് ഇൻവെർട്ടറിൻ്റെ ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇൻവെർട്ടർ ഉരുട്ടി കയറ്റാനാണെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വരുന്ന ലാസ്റ്റ് റാക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വാക്യൂം ക്ലീനർ അവിടെ ഇരിപ്പുണ്ട്. 3 റാക്കായിട്ടാണ് വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വയ്ക്കാൻ പറ്റുന്നൊരു റാക്കാണ് മൂന്നാമത് വരുന്നത്. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് 2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പത്രം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും ടീക്വുഡ് ആൻഡ് മാർബിൾ ഫിനിഷിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ഒരു സ്പേസ് കൺസ്യൂം ചെയ്യാത്ത രീതിയിലാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങ് അടച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്പേസ് ഒത്തിരി അഫക്റ്റ് ചെയ്തതിന് ജനലിനെ അഫക്റ്റ് ചെയ്തേനെ. സോ ഇത് ഇവിടം വരെ സ്റ്റോറേജ് നിർത്തിയിട്ട് ഇത് ഉള്ളിലേക്ക് കുറച്ച് ഡെപ്ത് അകത്തേക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈഡ് ചെയ്തേക്കുന്നത്.